ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിനൊന്ന് ലൈറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഹെർബൽ ഫേസ് വാഷിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഹെർബൽ ഫേസ് വാഷ് നമ്മൾ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സ്പാച്ചസ്, നമുക്ക് മുഖക്കുരു വന്നു പോയിട്ടുണ്ടാവുന്ന ആ ഒരു പാടും തഴമ്പുകളെല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനൊന്ന് ക്ലിയർ ആക്കി വെച്ച് തരും. കൂട്ടത്തിൽ നമ്മുടെ സ്കിൻ ഒന്ന് ലൈറ്റൈൻ ചെയ്ത് കൊണ്ടുവരും കേട്ടോ. ഒരു 2-3 ഷെയ്ഡ്സ് നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഫേസ് വാഷിന്റെ അത്രയും തന്നെ ഫോമിംഗ് ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ. വളരെ മൈൽഡ് ആയിട്ടുള്ള ആ ഒരു പദം മാത്രമേ നമുക്കിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരും തന്നെ പദം മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. ആ ഒരു ഫോമിംഗ് പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ടോ, നല്ല വൃത്തിയാക്കുന്നുണ്ടോ, നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ലൈറ്റൻ ആവുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. ആ പദം നിങ്ങൾ മൈൻഡ് ആക്കുക വേണ്ട. ഓക്കെ ഗൈസ്, ഞാൻ ഒരു തവണ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. കണ്ടില്ലേ എത്ര മാത്രം ഡിഫറൻ്റ് ആണ് കാണാൻ പറ്റുന്നതിന്. ആ ഒരു കൈപ്പത്തിക്കും അതുപോലെ തന്നെ കൈത്തണ്ടയ്ക്കും ഉണ്ടാവുന്ന ആ ഒരു ഡിഫറൻറ്റ് കണ്ടില്ലേ. നിങ്ങൾക്ക് സ്ക്രീനിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് നേരിട്ട് കാണുന്ന സമയത്ത് നമ്മളൊരു ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു സ്കിന്നിൽ ഒരു ബ്രൈറ്റ്നസ് കിട്ടും. എന്തായാലും നമുക്ക് ആ ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് ആ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഈവനിങ് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുത്തുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ റീത്ത പൗഡർ ആണ്. റീത്ത പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പിനട്ട് പൗഡർ, മലയാളത്തിൽ സോപ്പിനട്ട് പൗഡർ എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിക്ക് ഇവിടെ കാണിക്കാം. ഇതാണ് സംഭവം. ഇത് നമ്മുടെ പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. മാക്സിമം നിങ്ങൾ പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിക്കാനായിട്ട് നോക്കുക. വളരെ റേറ്റ് കുറവാണ് ഇതിന്. 40 രൂപ എങ്ങാണ്ടോ ഉള്ളൂ 35 ഗ്രാമിന് കേട്ടോ. അപ്പം നിങ്ങൾ പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് നോക്കുക. കിട്ടാത്ത പക്ഷം വേണം നിങ്ങൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ, നിങ്ങൾ ഓൺലൈൻ സൈറ്റിങ്ങിൽ പോയിട്ട് നിങ്ങൾ ഷോപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ റീത്ത പൗഡർ ഇവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു റീത്ത പൗഡർ നമുക്ക് നമ്മുടെ ഈ ഒരു ഫോമിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ രീതിയിൽ ആ ഒരു മൈൽഡ് ആയിട്ടുള്ള ആ ഒരു ഫോമിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാനും നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കി വെക്കാനുള്ള കഴിവൊക്കെ ഈ ഒരു റീത്ത പൗഡറിനകത്ത് ഉണ്ട് കേട്ടോ. ഈ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഓരോ പൗഡേഴ്സിൻ്റെയും ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്കൊന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലിക്വറൈസ് പൗഡറാണ്. ലിക്വറൈസ് പൗഡർ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനെ ഒന്ന് ലൈറ്റിൻ ചെയ്യാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു ഹെർബൽ പെട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ ഒരു ലിക്വറൈസ് പൗഡർ. ഈ ഒരു പൗഡർ ഞാനിവിടെ 1 ടീസ്പൂണോളം ഫുള്ളായിട്ട് അങ്ങ് ചേർക്കുന്നുണ്ട്. വലിയ ടീസ്പൂണൊന്നും അല്ല, ചെറിയൊരു കുഞ്ഞു സ്പൂണാണ് കേട്ടോ. അതിനകത്ത് 1 സ്പൂൺ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ റീത്തയുടെ പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നത് അത് 2 ടീസ്പൂൺ. ഇപ്പോൾ ചേർത്തിരിക്കുന്ന ലിക്വറൈസിൻ്റെ പൗഡറാണ്, അത് 1 ടീസ്പൂൺ കേട്ടോ. ഇനി വേണ്ടത് കസ്തൂരി മഞ്ഞളുടെ പൗഡറാണ്. അത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അത്രമാത്രം മതി കേട്ടോ. കസ്തൂരി മഞ്ഞളാവുമ്പോൾ നമുക്ക് ആ ഒരു യെല്ലോട്ടിൻ്റെ കാര്യമായിട്ട് വരത്തില്ല നമ്മുടെ ഫേസിൽ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ കസ്തൂരി മഞ്ഞൾ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്കിപ്പോൾ കസ്തൂരി മഞ്ഞൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മഞ്ഞൾ എടുക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നോർമൽ മഞ്ഞൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം ഒരു 1/2 ഗ്ലാസ് അത്രയും മാത്രം മതി കേട്ടോ. 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് അത്ര മതി. എന്നിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു കണക്ക് പ്രകാരം വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കൂട്ട് പുറത്ത് 2 ദിവസം വരെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 7 ഡേയ്സിന് ഉപയോഗിച്ച് തീർക്കാം. അതല്ല നിങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ഡേയ്സ് അത്ര മാത്രം മതി. അതിൽ കൂടി ഇരുന്നാൽ ചീത്തയായിപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കുമ്പോഴേക്ക് നന്നായിട്ട് പത വരും കേട്ടോ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു പതയൊന്നും ഉണ്ടാവത്തില്ല. മൈൽഡായിട്ടുള്ള പത മാത്രമേ വരത്തുള്ളൂ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പതയിലൊന്നും അല്ല കാര്യം, നമുക്ക് റിസൾട്ടാണ് മുഖ്യം. അപ്പോൾ നിങ്ങൾ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആദ്യം ഫേസിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഒന്ന് അല്പം വെള്ളം നനച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു കൂട്ടെടുത്ത് നന്നായിട്ട് കയ്യിലൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത്. എന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ അങ്ങ് വിടുക കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം അത് അങ്ങനെ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വിടുക. എന്നതിന് ശേഷം വേണം ഇത് കഴുകി കളയാനായിട്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഒരു രീതിക്ക് തുടർച്ചയായിട്ട് ചെയ്ത് വരാണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സ്പാച്ചസ്, മുഖക്കുരു വന്നിട്ടുണ്ടാകുന്ന പാട്, ഇതെല്ലാം മാറി നമ്മുടെ സ്കിൻ ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്കിൻ ഒന്ന് ലൈറ്റൻ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിനകത്ത് പോകാതെ വേണം ഇത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. കണ്ണിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിച്ചിൽ അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ പേരിൽ ശ്രദ്ധിച്ചൊന്ന് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.